Okay. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Human resource വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. Yes, Miss Ma'am. എന്തായാലും ഒരു നമ്മളെ തേർഡ് മോഡ്യൂൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒരു ഇച്ചിരി കൂടി ലെങ്തി ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് ഉടനീളം നമ്മള് പ്രധാനമായിട്ടും മനുഷ്യ വിഭവശേഷിയെ കുറിച്ചൊക്കെ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റിന്റെ ഡിസിഷനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് ഫോളോ ചെയ്ത് ആ ഒരു ചാപ്റ്റർ മൊത്തം തീർക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ 2 ക്ലാസ് നിങ്ങൾക്ക് എടുത്തു അല്ലേ, 2 ക്ലാസ് നിങ്ങൾക്ക് എടുത്തു. എത്രത്തോളം നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. നമുക്കറിയാം ഇത് ഇച്ചിരി എന്താ പറയാ 1-2 പേജസ് എങ്കിലും നമുക്ക് കൂടുതലായിട്ട് എടുത്ത് തീർത്ത് പോകേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ 2-3 പേജൊക്കെ സ്പീഡിൽ എടുത്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്കത് ജസ്റ്റ് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ക്യാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂ അല്ലെ ഒരു ഫോളോ അപ്പ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം എവിടെയെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളതിന്റെ നിങ്ങൾക്കും കൂടി ഒരു സംവാദിക്കാനുള്ള ഒരു സമയം തരികയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് പോകാൻ സാധിക്കും. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് നമ്മൾ എടുത്ത പോർഷൻസ് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ചെയ്തോട്ടെ, ചെക്ക് ചെയ്തോട്ടെ. Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ എടുത്തത് അല്ലെ, നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് നമ്മൾ എന്താണ് കണ്ടത്? സ്റ്റാർട്ടിങ്ങിലെ ഒരു ബിസിനസ് ഫേം അല്ലെ, ഏതോ ഒരു ബിസിനസ് ഫേമിനും ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഏതോ ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും ഒരു ബിസിനസ് ഫേമിന് ഉണ്ടാവുക? എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും സാധാരണയായിട്ട് ഏതൊരു ബിസിനസ്സിനും എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം? നിങ്ങളൊന്ന് എന്നോടൊപ്പം ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെ, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് നമുക്ക് ഹോസ്പിറ്റല് ആകുമ്പോൾ അല്ലെ, അതിന് മാക്സിമം പ്രോഫിറ്റിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു സർവീസ് പ്രദാനം ചെയ്യുന്ന ഒരു ഫോം അല്ലെ, അത് മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടണം അല്ലെ. നല്ലൊരു സർവീസ്, നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ളത് അറിയപ്പെടണം. ഗുഡ് വിൽ. ഓക്കെ, ആ ഒരു പേര് അല്ലെ, ആ ഒരു പേരും കൂടി നിലനിർത്താനായിട്ട് ഏതൊരു ബിസിനസ് സ്ഥാപനവും ആഗ്രഹിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ പ്രോഫിറ്റിനോടൊപ്പം തന്നെ നല്ല ഗുഡ് വില്ലും കൂടി നേടിയെടുക്കാൻ, നല്ലൊരു പേരും കൂടി നേടിയെടുക്കാൻ ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള കുറെ എന്താണ് പോളിസികളും അല്ലെ, റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും, ശരിയല്ലേ? അതായത് നല്ല നമുക്കറിയാം പ്രോഫിറ്റ് മാത്രം വെച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും പോകും, ഭയങ്കര അല്ലെ ഭയങ്കര ഫിനാൻസ് ആണ് അവരെ ഈടാക്കണമെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് ആരും പോകാനായിട്ട് സാധ്യതയില്ല. പക്ഷെ നല്ല സേവനങ്ങളാണ് അവിടെ പ്രദാനം ചെയ്തതെന്ന് മനസ്സിലാക്കിയാലാണ് ആ സ്ഥാപനത്തിന്റെ സർവീസ് അല്ലെ നേടിയെടുക്കാനായിട്ട് തയ്യാറാവുള്ളൂ. ഓക്കെ, നല്ലൊരു സേവനം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏതോ ഒരു സ്ഥാപനം അതിൻ്റെതായ കുറച്ച് റൂൾസും റെഗുലേഷൻസും അല്ലെ, പോളിസികളും നയങ്ങളെല്ലാം ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ശരിയല്ലേ? നിയമാവലികളെല്ലാം അവർക്ക് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ തന്നെ പറഞ്ഞു പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടാവും, ഗുഡ് വിൽ ഉണ്ടാക്കണമെന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള പോളിസി, പ്രോഗ്രാംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സാധാരണയായിട്ട് ഏതൊരു ഫേമും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫേം അല്ലെ, ഒരു ഫേം അതിന്റെ പ്രോഫിറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കൊടുക്കണമെന്നുള്ള
ലക്ഷ്യമിട്ടുകൊണ്ട് അവരാൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളെല്ലാം ഇറക്കും അല്ലെ. നമ്മുടെ നമ്മൾ ഫിനാൻസ് ഇറക്കും, അതോടൊപ്പം തന്നെ മെഷീനറി സ്ഥാപിക്കും, മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരും. അതേമാതിരി തന്നെ വർക്കേഴ്സിനെയൊക്കെ സ്ഥാപിക്കും. ഫിക്സഡ് അസെറ്റ്സ്, ഓക്കെ, ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയുന്ന മെഷീനറി എല്ലാം കൊണ്ടുവരും. അതോടൊപ്പം തന്നെ വർക്കേഴ്സിനും അവിടെ അല്ലെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അപ്പൊ 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ് ഓർഗനൈസേഷൻ ഉള്ളത്: മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. മെൻ എന്ന് പറയുന്നതാണ് എന്ത് നമ്മൾ പഠിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് എന്താന്നുള്ളത് അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, അവരുടെ വർക്കേഴ്സ്, അവിടെയുള്ള വർക്കേഴ്സ് ആണ് എന്താണ് നമ്മൾ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അല്ലെ, ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രവർത്തനത്തിന് മണിയേക്കാളും മെറ്റീരിയലിനേക്കാളും മെഷീനേക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചതാണ് സർവീസ്. ആ സർവീസ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആ സർവീസ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ വർക്ക് അല്ലെ, ആ ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾ, അവിടുത്തെ വർക്കേഴ്സ്, സ്റ്റാഫുകൾ, അല്ലെങ്കിൽ ഹ്യൂമൻ, അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അല്ലെ, മെഷീനിൽ നിന്ന് അത് കൈകാര്യം ചെയ്യാനുള്ള പേഴ്സൺസ്, വ്യക്തികൾ. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പോയിന്റിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഘടകം. എന്താണ്? മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ എന്നുള്ളത്. അതൊരു അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ഇതാണ്. എന്താണ്? 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഇൻ ആൻ ഓർഗനൈസേഷൻ: മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്നുള്ളത്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെൻ എന്നുള്ള കാര്യം അല്ലെ. അതുപോലെ തന്നെ മനുഷ്യൻ എന്നുള്ളത്, ആ വിഭവശേഷി എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട അവർക്ക് മനുഷ്യന്റെ വിഭവശേഷിയാണെന്ന് മനസ്സിലായി. ഈ വ്യക്തിത്വം എന്നുള്ളത് എന്താണ്? അവരുടെ ബിഹേവിയറൽ സയൻസ് വ്യത്യസ്തമാണ്. ആണോ? ശരിയാണോ? വ്യക്തികൾ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ശൈലികൾ അല്ലെ, നമുക്കറിയാം ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളാണെങ്കിലും അവരുടെ റിസൾട്ടുകൾ വേരിയേഷൻ ആണ്, ഒക്കെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സ്വന്തം എപ്പോഴും എന്താണ് അവിടുത്തെ മാനേജ്മെന്റ്, ഏതോ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഈ വ്യക്തികളുടെ ബിഹേവിയർ, ഈ സ്വഭാവ രീതികൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഗുഡ്വില്ലിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ട എന്താണ് പോളിസികൾ, നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ, അവിടെയുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. വീണ്ടും നമ്മൾക്ക് ഒരു ലാസ്റ്റ് ഒരു വലിയൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്താണ് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും വരുന്നത് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് ഒരു മെഷീനറി റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കുഴപ്പമുണ്ടാവില്ല. ഫിനാൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരു ലോണൊക്കെ സംഘടിപ്പിച്ചത് ഓക്കെ ആക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. പക്ഷെ മെഷീന്റെ പ്രോബ്ലം, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും മാറ്റേഴ്സുകൾ അതിനെ വിന്യസിപ്പിക്കുന്നതോ അവരുടെ ആ ഒരു ബിഹേവിയർ അനുസരിച്ച് എന്തെങ്കിലും ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അറവ് സംഭവിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണ്, the problems in organizational settings are human and social rather than physical, technical or economic. നമ്മുടെ എന്താണ് എക്കണോമിക് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ അതിനെ കൈകാര്യം ചെയ്യുന്നത്, അതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പോയിന്റ് ഒക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു. നെക്സ്റ്റ് എന്താണ്, നമ്മൾക്ക് വീണ്ടും നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലെ, ഇതുവരെ ക്യാച്ച് ചെയ്ത് പോകുന്നില്ലേ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളതിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഇന്നും കൂടി റിവൈസ് ചെയ്ത് പോകുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ലെങ്തി ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. തേർഡ് ഫോർത്ത് മൊഡ്യൂൾസ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടി അല്ലെ, ഇതിനും കൂടി ലെങ്ത് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിന്റെ ഫസ്റ്റിലേ നിങ്ങൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം നമുക്ക് ഒന്നിച്ച് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 2 ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ കുറിച്ചിട്ട് ഓക്കെ ആണോ എന്നറിയാനായിട്ട് ഞാനിങ്ങനെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്?
ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് കഴിവുകൾ ഓരോ മനുഷ്യനും ഉണ്ട് എന്ന്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസും കൂടിയും അവരോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെ. People come to workplace with some specific motives like to earn money, to get employment, to have better prospects in future, to be treated as a human being while they are the place of work. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് പരമ്പരാഗതമായിട്ടുള്ള കഴിവുകളുണ്ട്, ഒപ്പം തന്നെ അവർക്ക് എന്താണ്, അവർക്ക് സ്പെഷ്യൽ ആവശ്യങ്ങൾ കൂടിയുണ്ട് അല്ലെ. അവിടെ ഏതോ ഒരു സ്ഥാപനത്തിലും ഒരു വ്യക്തി വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, ലക്ഷ്യം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുണ്ടായിരിക്കും. ശരിയല്ലേ? എല്ലാവരും ഒരേപോലത്തെ ആഗ്രഹമായിരിക്കും എല്ലാവർക്കും, ആണോ? അല്ല. അപ്പൊ എന്തൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം ഓരോരുത്തർക്കും? ഡിഫറെന്റ് ആണ്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാം? ചിലർക്ക് ജോലി ഒക്കെ വ്യത്യസ്തമായിരിക്കാം. എന്തൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം? സാലറി കിട്ടണമെന്നുണ്ടാവും, നല്ലൊരു അല്ലെ, നല്ലൊരു സാലറി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടാവും, കുറച്ച് നാള് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, കരിയർ ഗ്രോത്ത്. ഓക്കെ, അവരവരുടെ ആ ഒരു കരിയർ അല്ലെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത്, നല്ലൊരു പൊസിഷൻ കിട്ടണമെന്നുണ്ടാവും, സമൂഹത്തിൽ നല്ലൊരു വില കിട്ടണമെന്നുണ്ടാവും. ഗുഡ് ജോബ് അല്ലെ, നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹം ഉണ്ടാവും. പിന്നെ മറ്റെന്തെങ്കിലും കുറെ അല്ലെ, ഫ്യൂച്ചർ. ഓക്കെ, ഭാവി നമ്മളിപ്പോ പഠിക്കുക അല്ലെ, എല്ലാവരും തന്നെ ഓരോ കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മളോടൊപ്പം തന്നെ ഉള്ള ഡിഗ്രികളും കാര്യങ്ങളോടൊപ്പം അല്ലെ, ഓരോരുത്തർക്കും ഉള്ള ഡിഗ്രിയോടൊപ്പം തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ അല്ലെ, കുറച്ചും കൂടി ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നല്ല പ്രൊഫഷൻ കിട്ടും അല്ലെ, സ്ട്രെസ് ഇല്ലാത്ത ഒരു ജോലി കിട്ടണം. ഓക്കെ, പണം മാത്രം ആഗ്രഹിക്കുന്നവരല്ല, സ്ട്രെസ്സും അല്ലെ, അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഊണിലും ഉറക്കത്തിലൊക്കെ ബുദ്ധിമുട്ട്, നമ്മളെ സ്ട്രെസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കരുത്, ആ രീതി ആഗ്രഹിക്കുന്നവരുണ്ടാവാം. വീടിന് അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവാം അല്ലെ. ജോലി എന്ന് പറയുന്നത് ഒരു പക്ഷെ അകലെയാണെങ്കിൽ നമുക്ക് പോയി വരാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്, പൈസ കൂടുതലാണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ ഗുഡ് ആംബിയൻസ് ഒക്കെ ഓരോരുത്തർക്കും എന്താണ് നല്ലൊരു അല്ലെ, നല്ലൊരു ആഗ്രഹങ്ങളുണ്ട് ഓരോ പേഴ്സണും അവനവന്റെ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നതോടൊപ്പം അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ നേടിയെടുക്കുന്നത് എന്താണ്, ഇച്ചിരി കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ അല്ലെ, നല്ലൊരു അവസരങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ ഇത്തിരി കൂടി സാലറി കൂട്ടി കിട്ടാൻ, അതല്ലെങ്കിൽ എന്താണ് നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേസിലേക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഓരോ പേഴ്സണും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് they sell their labor for reasonable wages or salary and other benefits. ഓക്കെ, അതായത് നമ്മൾ ഓരോരുത്തരും അവിടെയുള്ള വർക്കേഴ്സ്, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവര് അവരുടെ ജോലി അല്ലെ, അവരുടെ ആ ഒരു ലേബർ എന്ന് പറയുന്നത് അവര് ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിശ്ചിതമായ സാലറി അല്ലെ, ഒരു വേജസ്, കൂലി അല്ലെങ്കിൽ സാലറി, അതോടൊപ്പം തന്നെ അതർ ബെനിഫിറ്റ്സ് അല്ലെ, മറ്റേതെങ്കിലും ബെനിഫിറ്റും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവര് ഓരോ സ്ഥാപനത്തിലും ജോലിക്ക് വേണ്ടി തയ്യാറാക്കും. ആ ഒരു പോയിന്റ് ഒക്കെ ഓർത്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഡാഷ് ഫോർ റീസണബിൾ വേജസ് ആൻഡ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. എന്തിനു വേണ്ടി അവരെ എന്താ ചെയ്യുന്നത്? അവരുടെ ആ ഒരു ലേബർ അല്ലെ, ലേബർ ഫോർ അവരുടെ ഒരു എന്തെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിനിമയം ചെയ്യുന്നത്? നിശ്ചിതമായ സാലറിയും മറ്റ് ബെനിഫിറ്റ്സുകളും. ചിലപ്പോൾ ഒരു പക്ഷെ സമയം അല്ലെ, സമയത്തിനെയും കൂടി അനുകൂലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് തിരഞ്ഞെടുക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി വലിയ സ്ട്രെസ് ഇല്ലാത്തൊരു ജോലി അല്ലെ, വലിയ കുറച്ച് സാലറി കിട്ടിയാലും വേണ്ടിയില്ല, വലിയ ടെൻഷൻ ഒന്നും അടിക്കാത്തൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ഓരോ പേഴ്സണും ഓരോ ജോലിയും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പോയിന്റ്സ് ഒക്കെ നോക്കാം. അതുമാതിരി തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ മാനേജ്മെന്റ് മസ്റ്റ് therefore be aware not only of the organization but also employee and self-service. അതായത് എപ്പോഴും ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് ലക്ഷ്യമുണ്ട് അല്ലെ, ഇതിന്റെ പ്രോഫിറ്റ് നേടിയെടുക്കണം, ഗുഡ് വില് നേടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴേക്കും മാനേജ്മെന്റിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സിനെയും പരിഗണിക്കേണ്ടതുണ്ട് അല്ലെ. അവരുടെ വർക്കേഴ്സിനെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഈ ഉദ്ദേശിച്ച ലക്ഷ്യം അല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച പ്രോഫിറ്റ് അല്ലെങ്കിൽ
ഈ ഉദ്ദേശിച്ച നല്ല ഗുഡ്വില് ഒക്കെ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടെ എന്താണ് ഹ്യൂമന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് കണ്ടിന്യൂവേഷൻ വേണം അല്ലെ. ഇനി വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്ന് പറയുന്നതും അപ്പൊ എന്താണ്, ഈ ഒരു പേഴ്സൺസ് വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഈ വ്യക്തിക്ക് വരുന്നത്. അത് മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള ബിഹേവിയർ ആണ് ഈ ഓരോ പേഴ്സണും ഉള്ളത്. നമുക്കറിയാം അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ ഈക്വൽ ആണെങ്കിലും അവരുടെ പെരുമാറ്റ രീതികൾ വ്യത്യസ്തമാണ്, ആഗ്രഹങ്ങളും എന്താണ് വ്യത്യസ്തമാണ്. So it is a very important and a challenging job in managing people because of the dynamic nature of the people. എന്താണ് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള നേച്ചർ അല്ലെ, അവരുടെ ആ പീപ്പിൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളും ബിഹേവിയർ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്കൊരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നുള്ളത് ഒരു പ്രത്യേക വെല്ലുവിളി തന്നെയാണ്. അത് വീണ്ടും എടുത്ത് പറയുന്നു. എന്താണ് ഈ പാരഗ്രാഫിലൊക്കെ പറയുന്നത്, ഈ രണ്ട് പീപ്പിൾസിനൊക്കെ പറയുന്നത് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള നേച്ചറാണ്. ഒരിക്കലും ഒരേ ഡിഗ്രി ഒക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു മെഷീനൊക്കെ വെച്ചിട്ട് ഒരേപോലെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കില്ല. പേഴ്സൺസിനെ നമ്മൾ നിയമിക്കുമ്പോൾ മെഷീൻ ഒരേപോലെ തന്നെ ഔട്ട്പുട്ട് തരുമെങ്കിലും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിനെ നമ്മൾ നിയമിച്ചാലും ചിലപ്പോൾ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? അങ്ങനെയല്ലേ? ആണോ? എനിക്ക് തോന്നുന്നതാണോ? അതെ. അപ്പൊ അത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫില് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ വീണ്ടും ഇതെന്താ പറയുന്നത്, ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കാരണം ഒരു കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ എല്ലാവരും തന്നെ മനസ്സിലാക്കി പോകണം. അതിൽ കുറച്ച് പേര് ഒക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഓക്കെ പോകണം. ആർക്കും ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂവേഷൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇതൊരു ലെങ്തി ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിവൈസ് ചെയ്ത് നിങ്ങളോട് തന്നെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതിനൊരു മടി വിചാരിക്കേണ്ട, കാരണം നിങ്ങളാണ് പേയ്മെന്റ് അടയ്ക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഫോളോ ചെയ്ത് പോവാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നമ്മൾ കണ്ടു അല്ലെ, ഒരു മനുഷ്യന്റെ ആ വിഭവശേഷി എന്ന് പറയുന്നത് അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യത്തിന് നേരത്തെ കൂട്ടി നമ്മൾ കണ്ടു, അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് 3 സ്റ്റാൻഡേർഡ്സ് അല്ലെ, പ്രധാനപ്പെട്ട 3 സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. സോഷ്യൽ സിഗ്നിഫിക്കൻസ്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറയൂ, എന്താണ് സോഷ്യൽ സിഗ്നിഫിക്കൻസിന്റെ പ്രാധാന്യം വരുന്നത്? എന്തായിരിക്കും സോഷ്യൽ സിഗ്നിഫിക്കൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ? അവർക്ക് അവിടെയുള്ള വർക്കേഴ്സിന് എന്താണ് സോഷ്യൽ സാമൂഹികമായ നല്ല ജോലിയുള്ള വ്യക്തിത്വം. നിങ്ങൾ എല്ലാവരും തന്നെ പറഞ്ഞു അല്ലെ, നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും അല്ലെ. അവരുടെ പ്രധാനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഹ്യൂമന്റെ ബിഹേവിയർ ഒന്നിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് നമുക്ക് പോയിന്റ്സ് പ്രധാനമായിട്ട് എടുക്കാൻ പറ്റും. ഒന്നാമത്തേത് എന്താണ്, സമൂഹത്തിൽ ഒരു നില അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഓക്കെ, വർക്കേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതേമാതിരി തന്നെ അല്ലെ നല്ല തൃപ്തിയാണെങ്കിൽ സമൂഹത്തിൽ നല്ല നില ഉള്ള ഒരു വ്യക്തിത്വം അല്ലെ, നല്ല നിലയുള്ള ഒരു ജോലിയാണെന്ന് അവര് ആഗ്രഹിക്കുന്നുണ്ടാവാം. എന്താണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്? എന്താണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞു അല്ലെ, സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ വർക്ക് എൻവയോൺമെന്റ്, അവിടെയുള്ള വർക്ക് എൻവയോൺമെന്റ് നല്ല രീതിയിലാവാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലെ മാനേജ്മെന്റ്. അപ്പോ ഒന്നാമതായിട്ട് ഓർക്കേണ്ടതുണ്ട് എന്താ, സോഷ്യൽ സിഗ്നിഫിക്കൻസ്, അതായത് സമൂഹത്തെ റൈറ്റ് ആറ്റിറ്റ്യൂഡ്, നല്ല മനോഭാവത്തിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. 3rd പോയിന്റിലാണ് അത് എടുത്ത് പറയുന്നത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, എല്ലാവരുടെയും അല്ലെ സമൂഹത്തിൽ നല്ല നിലയുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. 2nd പോയിന്റ് ഹെൽത്തി വർക്ക്, സ്മൂത്ത് വർക്ക്, നല്ല സ്ട്രെസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. 3rd എന്താണ് പറയുന്നത്, ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെ നല്ല ഒരു മനോഭാവത്തെ, അവിടെയുള്ള വർക്കേഴ്സിനെ നല്ലൊരു രീതിയിൽ അവർക്ക് നല്ലൊരു മനോഭാവം ഉണ്ടാക്കി കൊടുത്താലാണ് ഈ തൊഴിലാളികൾക്ക് എല്ലാവർക്കും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നല്ലൊരു മനോഭാവം അല്ലെ, നല്ല ക്രിയേറ്റീവ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്,
അത് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് എന്താണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമ്മള് എന്താണ് എംപ്ലോയർ തൊഴിലുടമകള് എന്താണ് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാല് ഒരുപക്ഷെ എന്താണ് അടിച്ചേൽപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും അവർ തരുന്നത് അല്ലെ. അതിനപ്പുറം ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ട് അല്ലെ, നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് നമുക്കറിയാം വർക്കൊക്കെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ഇൻക്രിമെന്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ടൂർ പാക്കേജ് ഒക്കെ കൊടുത്തു അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു വർക്കിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പ്രൊവൈഡ് ചെയ്തിട്ട് പ്രധാനമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് മാനേജ്മെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഓരോ മാനേജ്മെന്റും തയ്യാറാകേണ്ടതുണ്ട്. ടു ഫുൾഫിൽ ദെയർ ഗോൾ ആൻഡ് മോട്ടിവേറ്റ് ദെയർ എംപ്ലോയീസ്. അതായത് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷനോ അല്ലെ ഇൻക്രിമെന്റോ അവാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ ഇഷ്ടം കൂടി അല്ലെ നല്ല തൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക എന്നാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. എന്താണ് സമൂഹത്തില് നല്ല പ്രാധാന്യം കൊടുക്കുക. സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്, നല്ല എൻവയൺമെന്റ് അല്ലെ, സ്ട്രെസ് ഒന്നും ഇല്ലാത്ത എൻവയൺമെന്റ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ എന്താണ് നമ്മൾ കണ്ടു, പേഴ്സണൽ മാനേജർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ഇതില് പ്രധാനമായിട്ടും ആ മാനേജ്മെന്റ് അല്ലെ, ആ മാനേജ്മെന്റും അവിടെയുള്ള വർക്കേഴ്സും തമ്മിലുള്ള ബന്ധം അതാണ് എടുത്ത് അല്ലെ. എന്ത് നമുക്കറിയാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു വൈഡായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, അവിടെയുള്ള വർക്കേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട റോളാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്, പണ്ട് PSL മാനേജർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയാം, പഴയ കാലഘട്ടങ്ങളിൽ പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് എന്താണ്, മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കീഴ് തലത്തിലുള്ള ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ട്രേഡ് യൂണിയന്റെ മെഷീൻ ഓപ്പറേറ്റർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അല്ലെ, ട്രേഡ് യൂണിയന്റെ തർക്കങ്ങളൊക്കെ തീർപ്പാക്കുന്ന ഒരു ഇടനിലക്കാരൻ അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം അവിടുത്തെ വിഭവശേഷി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഫിനാൻസിനേക്കാളും മെഷീനേക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട വിഭവശേഷി എന്താന്ന് പറയുന്നു, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമന്റെ ആ മാൻ പവർ ആണ്. അപ്പൊ ആ മാൻ പവറിന്റെ ശക്തി അല്ലെ, അത് നന്നായിട്ട് വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ് അല്ലെ, അവിടെ ഒരു ഇടനിലക്കാരന്റെ റോളല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തിൽ എന്താ ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ് തന്നെ സ്ഥാപിക്കുകയാണ്. എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇത്തരം കാര്യങ്ങൾ അല്ലെ, പ്രധാനപ്പെട്ട സോഷ്യൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ മോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ മേഖലകളിലും അതായത് ഓരോ തലത്തിലുള്ള ജീവനക്കാരുടെ ഇടയിലും ഇത്തരത്തിലുള്ള പ്രാധാന്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മാനേജ്മെന്റിന് ഒരു അഡ്വൈസറി ബോഡിയായിട്ട് നിലകൊള്ളാനായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിലെന്താണ് പറയുന്നത്, കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെ, തീരുമാനം എടുക്കുന്ന ഒരു വിങ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അവിടെ ഒരു ഇടനിലക്കാരന്റെ റോളല്ല, എല്ലാവരും കൂടെ അല്ലെ, എല്ലാവരും മാനേജ്മെന്റ് സ്റ്റാഫും തമ്മിൽ നല്ലൊരു ബന്ധമാണ് അവിടെ സ്ഥാപിച്ചു കൊടുക്കുന്നത്. മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്, എല്ലാ ലെവലിലുള്ള സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യം കൂടാണ് മാനേജ്മെന്റിനുള്ളത്. ലേറ്റസ്റ്റ് കൺസെപ്റ്റ് അല്ലെ, പുതിയ ഒരു കൺസെപ്റ്റ് ആണ് എന്താ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പേഴ്സണൽ മാനേജർ എന്നല്ല അറിയപ്പെടുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണ്ടിന്യൂവേഷൻ നോക്കാം. നമ്മുടെ ഡെഫിനിഷൻസ് അല്ലെ, ഡെഫിനിഷൻസ് നമ്മൾ കുറച്ച് പറഞ്ഞു. 3 ഡെഫിനിഷൻസ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞു നോക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ ഫസ്റ്റ് ഡെഫിനിഷനിലാണ് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്, പറഞ്ഞു നോക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കുക. നമുക്ക് മാൻ പവർ, യെസ്, മാൻ പവറിന്റെ അല്ലെ ഉപയോഗവും നിയന്ത്രണവുമാണ് യൂസ് ഓഫ് മാൻ പവർ. ഓക്കെ, അതിന്റെ ഉപയോഗവും അതിന്റെ കൺട്രോളിങ്.
മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിന്റെ മാൻ പവറിന്റെയും ഉപയോഗവും ഏതൊരു സ്ഥാപനത്തിന്റെ മാൻ പവറിന്റെ ഉപയോഗവും നിയന്ത്രണവുമാണ്. അതാണ് ഫസ്റ്റ് ഡെഫിനേഷനിൽ പറയുന്നത്. അതായത് അവരുടെ വർക്കേഴ്സിന്റെ ഇടയിലുള്ള ഉപയോഗവും അതിന്റെ നിയന്ത്രണവുമാണ് പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡെഫിനേഷനിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഒക്കെയാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൃത്യമായി തന്നെ മെസ്സേജുകൾ അയക്കുന്നത്. സെക്കൻഡ് ഡെഫിനേഷനിൽ എന്താ പറഞ്ഞത്? ഓക്കെ, പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് അല്ലെ, മാനേജ്മെന്റ്, പ്ലാനിങ്, അതൊക്കെയാണ്. അതായത് എന്താണ് അവിടെ പറയുന്നത്? ആ വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തിഗത ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയിട്ട് അല്ലെ ആ ഒരു വിഭവശേഷിയെ വിഭവശേഷിയുടെ സംഭരണവും വികസനവും അതേമാതിരി തന്നെ പരിഹാരങ്ങൾ, സംയോജനം. നമുക്കറിയാം ഒരു ഫാം ആവുമ്പോൾ അത് ആ വിഭവശേഷി എത്രത്തോളം സ്റ്റാഫുകൾ വേണം അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി അവരെ സ്റ്റാഫ് പോസ്റ്റിങ്ങും അവർക്ക് ആവശ്യമായ ഇന്റഗ്രേഷൻ ഒക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് വേണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ചെയ്തു കൊടുക്കണം. കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ടുള്ള പ്ലാനിങ്ങും ഡയറക്ടിങ്ങും ഓർഗനൈസിംഗും ഡയറക്ടിങ്ങും കൺട്രോളിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഹ്യൂമൻ എന്ന് കണ്ടു. ആ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കണമെങ്കിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷനും അല്ലെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും സംഘാടനവും അല്ലെങ്കിൽ അതിന്റെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് അല്ലെ. അതിലേക്ക് വഴികാട്ടിയും അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിങ്, അത് അസസ്മെന്റ് ചെയ്യും അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ടാർഗറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് അവർ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ശരിയായിട്ടാണോ, ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഡയറക്റ്റ് നോക്കി കണ്ട് കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിലൊക്കെ എന്തെങ്കിലും ഭേദഗതികളൊക്കെ മാറ്റം വരുത്തി ചെയ്യിപ്പിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. അത്തരം ഒരു വലിയൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ ജസ്റ്റ് ഒന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു അല്ലെ, മനുഷ്യ വിഭവശേഷിയുടെ ഉപയോഗവും കൺട്രോളുമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആള് അല്ലെ, എഡ്വാർഡ് ക്രുപ്സാറ്റ്, അദ്ദേഹം പറയുന്നത് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലെ, മനുഷ്യന്റെ വിഭവശേഷിയെ നമ്മൾ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെ, അവരുടെ കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷനും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ആ മെയിൻ്റനൻസും സെപ്പറേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒക്കെ ചിന്തിക്കേണ്ടി വരും അല്ലെ. എന്ത് ചെയ്യണം, ഏത് ഭാഗത്താണ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്തെങ്കിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവലോകനവും കാര്യങ്ങളും വിലയിരുത്തലുമാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഒരാളും കൂടിയും അല്ലെ ഒരു ഡെഫിനിഷനും കൂടിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിങ്, മോട്ടിവേറ്റിംഗ്. അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? സ്റ്റീഫൻ ഡൺ. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് തെറ്റ് തിരുത്തിയിട്ടുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റീഫൻ ഡൺ, എന്നാൽ സ്റ്റീഫൻ എന്നല്ലോ, സ്റ്റീഫൻ ഡൺ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? എല്ലാം അല്ലെ ആ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് മാനേജ്മെന്റും ലൈൻ സ്റ്റാഫും ഉൾപ്പെടുന്ന ആളുകളെ ആകർഷിക്കാനും അല്ലെ അവരെ പിടിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ഒരു പ്രക്രിയയാണ്. സ്റ്റീഫൻ ഡണ്ണിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ മാനേജ്മെന്റ് സ്റ്റാഫും ഉൾപ്പെടുന്ന ആ വ്യക്തിത്വങ്ങളും അല്ലെ അവരെ ആളുകളെ ആകർഷിക്കാനും അവരെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ഒപ്പം അവരെ പ്രചോദിപ്പിക്കാൻ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും വീണ്ടും അത് ഓരോന്നോരോന്ന് എന്താണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അട്രാക്റ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനെ മോണിറ്റർ അല്ലെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോണിറ്ററി ഓവർ നോൺ മോണിറ്ററി നമുക്കറിയാം. സാലറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയാം. നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ അല്ലെ. ഇപ്പൊ ഒരു ട്രിപ്പ് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് അല്ലെ ഫ്രീ ആയിട്ട് എല്ലാവരെയും
ഒരു ട്രിപ്പൊക്കെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവിടെ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ടൈമില് എന്തെങ്കിലും ഇപ്പൊ നമ്മളെ നമ്മുടെ സ്മാർട്ട് സിറ്റി തന്നെ ഒരു കുട്ടികളൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു അല്ലെ എന്തെങ്കിലും ഒരു സംതിങ് എല്ലാവർക്കും കൂടി ഹാപ്പി ആവുന്ന അപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതായത് പുകഴ്ത്തുന്ന ഒരു കാര്യങ്ങൾ അല്ലെ, അവർക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ടൂറൊക്കെ നോർമലിറ്ററി റിവാർഡ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരെ ആ വർക്ക് ആ ചുറ്റുപാടില് നിലനിർത്താനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞു അല്ലെ, അവിടെ ആ എൻവയൺമെന്റ് സ്ട്രെസ് ഇല്ലാത്ത ഒരു എൻവയൺമെന്റ് ആക്കി എടുക്കുക എന്നുള്ളത്. മോട്ടിവേറ്റിംഗ്, അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്താണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അല്ലെ, ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു നല്ലൊരു പ്രേരണ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പ്രോഗ്രസീവ് പ്രാക്ടീസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ് ടു ക്രിയേറ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. ഓരോ എംപ്ലോയിക്കും നല്ല സംതൃപ്തിയോടുകൂടി പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവർക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാതെ അവരെ മതിയായ സാലറിയിൽ തന്നെ നല്ല മതിയായ സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നത്. അങ്ങനെ 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഇതേമാതിരി തന്നെ പേഴ്സണൽ മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, നമ്മളിപ്പോ കണ്ടു എന്താണ് പേഴ്സണൽ മാനേജർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലെ. എന്താണ് ഡെഫിനിഷനും മറ്റേ ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. ഹ്യൂമനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി അല്ലെ, ഹ്യൂമന്റെ ആ ഒരു നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് മതിയായ സാലറിയില് അല്ലെങ്കിൽ നല്ല പ്രേരണയൊക്കെ കൊടുത്തിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പേഴ്സണൽ മാനേജറിന്റെയൊക്കെ ഡ്യൂട്ടി എന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറെ സവിശേഷതകളുണ്ട് അല്ലെ, എന്തെങ്കിലും ക്വാളിറ്റീസ് ഒക്കെയാണ്. അപ്പൊ എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും? പെട്ടെന്നാവട്ടെ, നമ്മള് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഓരോരുത്തരും ഓരോ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് പറയൂ, എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മള് കണ്ടായിരുന്നു സ്പെഷ്യലിസ്റ്റ് ഓർഗനൈസേഷൻ തിയറി അല്ലെ, സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. എല്ലാ തിയറിയെ കുറിച്ചിട്ട് പറയുന്ന നോളജ് ഉണ്ടായിരിക്കണം. അഫക്റ്റീവ് അഡ്വൈസർ ആയിരുന്നു. ഓക്കെ, മാനേജ്മെന്റിന് അഡ്വൈസ് ചെയ്യാൻ പറ്റണം ഇന്ന കാര്യങ്ങളൊക്കെ. ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെ, സർഗാത്മകമായിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിങ്, ഓരോരോ പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ചെയ്യാനായിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഡിസിഷൻ മേക്കർ, അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, അവരെ ഭരണം നടത്തി അല്ലെ, ഓരോ തട്ടായിട്ട് എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുക, നോളജ് ജസ്റ്റിഫൈ, അതൊക്കെ അതായത് നല്ലൊരു വിവരം ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെ. ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കണം, അതായത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ആംബിൾ നോളജ് ഓഫ് ബിഹേവിയർ, ഓക്കെ, അതായത് പെരുമാറ്റ ശാസ്ത്രത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. നന്നായിട്ട് തീരുമാനം എടുക്കാൻ പറ്റണം. കോപ്പറേറ്റീവ് സപ്പോർട്ടിന്റെ ഓക്കെ, കീഴ്ത്തട്ടിലുള്ള ജനങ്ങളോട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പ്രോബ്ലം സോൾവിങ്, ഏത് പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാനുണ്ട്. ട്രസ്റ്റ് എമംഗ് കോളേജസ് എന്ന് വെച്ചാൽ സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ട്രസ്റ്റ്, ഓക്കെ, അവരെ ജനറേറ്റ് ട്രസ്റ്റ് എമംഗ് വർക്കേഴ്സ്, ഓക്കെ, എല്ലാ വർക്കേഴ്സിന്റെ ഇടയിലും ഒരു നല്ല ഒരു വിശ്വാസം നേടിയിരിക്കണം. എങ്കിൽ മാത്രം ഡിസിഷനൊക്കെ എല്ലാവരും ഫോളോ ചെയ്യും അല്ലെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ അത്യാവശ്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഹാപ്പിയാണ്, എടുത്തോളത്തോളം ഓക്കെയാണ് അല്ലെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും എനിക്ക് മെസ്സേജുകൾ അയക്കാനായിട്ട് പറ്റുന്നത്. എന്താണ് പേഴ്സണൽ മാനേജർ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ തന്നെ അല്ലെ ബിഹേവിയർ സെൻസ്, ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പറയാതെ തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. അപ്പൊ എനിവേ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും നമുക്കപ്പോ എന്താണ് പേഴ്സണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി. മാനേജറിന്റെ കാര്യം അല്ലെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, അതാണ് ഇതുവരെ നമ്മൾ വിവരിച്ചത്. ഇനി താഴേക്ക് നമ്മൾ എടുത്തത് എന്താണ്, റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. നമ്മളപ്പോ കണ്ടു അല്ലെ, കുറേയധികം പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് പല ക്വാളിറ്റികളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോൾ എന്തായിരിക്കും അതും നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു വർക്കേഴ്സിന്റെ ഇടയിലാണ് അദ്ദേഹം പ്രധാനമായിട്ട് അല്ലെ, മാനേജ്മെന്റും വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. മാനേജ്മെന്റിന് ഒരു അഡ്വൈസറി ബോഡിയായിട്ട്, ഓക്കെ, ഒരു ഉപദേശകനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അഡ്വൈസറി ബോഡി എന്തിനു വേണ്ടിയിട്ട് ഈ അഡ്വൈസ് ചെയ്യുന്നത് ഇദ്ദേഹം? ഓക്കെ, എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, അത് തന്നെയാണ് അതിന്റെ അഡ്വൈസ് അല്ലെ.
നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ അല്ലെ, ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അത് എങ്ങനെയൊക്കെ മാൻ പവർ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഓരോ വർക്കേഴ്സിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവർക്ക് റിക്രൂട്ട്മെന്റ് അല്ലെ ഏത് രീതിയിൽ, ഏതെങ്കിലും നമുക്കറിയാം പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തും, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അല്ലെ, ഇപ്പൊ അപ്ലൈ ചെയ്താൽ മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ മാത്രമല്ല അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. കാരണം നന്നായിട്ട് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ആ ജോലിയുമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഡെവലപ്മെന്റ് നമുക്കറിയാം, അവരുടെ നോളജും സ്കില്ലും അല്ലെ, അവരുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കാനുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് ട്രെയിനിങ് കൊടുക്കുക മാത്രമല്ല, നമുക്കറിയാം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ നോളജും അറിവട്ടോ, ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബിഹേവിയർ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ബിഹേവിയർ ആയിട്ടും ഇടയ്ക്കിടയ്ക്ക് മെഷർമെന്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ആ വ്യക്തി അത് പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ. ഗ്രൂപ്പ് ബിഹേവിയർ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പിനെ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഓരോ ഇത് അല്ലെ, ഓരോ ബ്ലോക്കിനെ അനുസരിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്ത് ആ ബ്ലോക്ക് നന്നായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ബ്ലോക്കിന് സ്പെഷ്യൽ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജസ് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിച്ച് ഉറപ്പിച്ച് അതനുസരിച്ചിട്ട് മാനേജ്മെന്റിനായിട്ട് അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി, പേഴ്സണൽ റോൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന്. ഓക്കെ, അഡ്വൈസറി ബോഡി, ദെൻ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ഒക്കെ അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുക. പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം അനുസരിച്ചിട്ട് അവര് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെ, ഗ്രൂപ്പായിട്ട് തന്നെ അസസ്മെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ വിലയിരുത്തുക. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ് പേഴ്സണൽ റോളാണ്, പേഴ്സണൽ മാനേജറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള റോളിൽ പെടുന്നതാണ്, അതായത് വ്യക്തിഗത റോള്. നെക്സ്റ്റ് എന്താണ്, ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, ഇദ്ദേഹത്തിന് എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാവും, റിസർച്ച്. ഓക്കെ, പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗവേഷണം അല്ലെ, എന്തെങ്കിലും മാറ്റേഴ്സ് ഇതൊക്കെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഒക്കെ എങ്ങനെ വന്നിരിക്കുന്നത് അതിനെ പറ്റി ഒന്ന് സ്റ്റഡി എക്സാമിൻ ചെയ്യണം അല്ലെ, എന്നിട്ടാണ് മാനേജ്മെന്റിനൊക്കെ ഏത് രീതിയിലാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ. മാനേജിംഗ് സർവീസ്, ക്യാൻറ്റീൻ, എക്സെട്ര, അതായത് മറ്റു തരത്തില് അവർക്ക് എന്തെങ്കിലും പൊതുവായിട്ടുള്ള എന്തെങ്കിലും സർവീസുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം സർവീസുകൾ കൊടുക്കുക. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അതായത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് അല്ലെ, അവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. എങ്കിൽ മാത്രമാണ് അവരുടെ ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം ചില ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര അല്ലെ, എല്ലാവർക്കും എല്ലാവരും ഫേസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കണോട്ടോ. ക്രച്ചസ് എന്താന്നുള്ളതാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഇതിനോടൊപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് ഓക്കെ എന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എഴുതുകയാണെങ്കിലും ഡൗട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി എന്റെ കൂട്ടത്തിൽ എടുത്തേക്കാം. എല്ലാവരും തന്നെ ഓക്കെ. ക്രച്ചസിന്റെ ഡൗട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ക്രച്ചസ് എന്ന് പറയുന്നത് ശിശു സംരക്ഷണശാല എന്നാണ് അതിന്റെ മീനിങ്. ഒരു ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാനേജിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ അതൊരു ക്ഷേമ പ്രവർത്തനമാണ് അല്ലെ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർക്ക് അല്ലെ ഒരു പൊതുവായിട്ടൊരു ഫീഡിങ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർവീസ് മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എല്ലാവർക്കും ഒരു സേവന, മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു സ്ഥാപനത്തിന്റെ ഒരു ഫെസിലിറ്റിയാണ് അല്ലെ, ഒരു നല്ലൊരു സൗകര്യം ഒരുക്കി തരികയാണ്. അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്യാൻറ്റീൻ പോലെയുള്ള ക്ഷേമ പ്രവർത്തനം, അപ്പൊ വർക്കേഴ്സിന്റെ പേര് ക്യാൻറ്റീൻ പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ദെൻ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അതായത് വ്യത്യസ്ത ജനങ്ങളായതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ചില ജോലിയെ അഭിമുഖീകരിക്കാൻ ചിലപ്പോൾ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ചിലരെ പ്രേരിപ്പിക്കുക അല്ലെ, ചില കാര്യങ്ങൾ ലീഡർഷിപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള പ്രേരണകൾ കൊടുക്കുക. ലീഡർഷിപ്പ് ഇതേമാതിരി തന്നെയുള്ള ഒരു നേതൃത്വ ശേഷി അതൊക്കെ പ്രദാനം ചെയ്യുക, നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരോടും ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അത് ആ ഒരു നമ്മള് പറയാം മാനേജർ എല്ലാവരോടും ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുന്നത്. ശരിയല്ലേ മാനേജേഴ്സ് അല്ലെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ
എല്ലാവരുടെ ഇടയിൽ നല്ല ഓക്കെ അവരുടെ പ്രശ്നങ്ങൾ അവർ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോഴേക്കാണ് അവരവരുടെ പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ബോധിപ്പിക്കുക അല്ലെ. അവര് എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയുമ്പോൾ ബാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ലീഡർഷിപ്പ് പവറോടുകൂടി മുന്നിട്ട് നിന്നാലാണ് അവരെ ഫോളോ ചെയ്യാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് തയ്യാറാകുക. അപ്പൊ അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തിന്റെ വെൽഫെയർ റോളാണ് എന്നത്. നെക്സ്റ്റ് എന്താണ് ക്ലറിക്കൽ റോള്. ക്ലറിക്കൽ റോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഓക്കെ ടൈം കീപ്പിംഗ് അല്ലെ, സമയം പാലിക്കലോ അതൊക്കെ കൃത്യതയോടുകൂടി ചെയ്യുക. പിന്നെ എന്താണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഓക്കെ എല്ലാവരും തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ് അല്ലെ, അപ്ഡേറ്റ് ആയിട്ട് തന്നെ എല്ലാ റെക്കോർഡ്സും പോകുന്നുണ്ടോ ഇല്ല, അവിടെയുള്ള വർക്കേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും വേജസിന്റെ ആണെങ്കിലും ടൈം കീപ്പിംഗ് അല്ലെ ഹാജർ നിലയൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ചില റെക്കോർഡ്സുകളൊക്കെ കുറവായിരിക്കും അല്ലെ, അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യണമെന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ദെൻ മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ഇതിൽ പറയുന്ന മാതിരി തന്നെ എന്താണ് ആ ഒരു ബന്ധം അല്ലെ, മനുഷ്യനും ആ ഒരു അവിടെയുള്ള മെഷീൻസും തമ്മിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിലയിരുത്തുക. അത്തരത്തിലുള്ള സമയം അല്ലെ, ഇത്ര സമയത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര സമയം ഉപയോഗിച്ചതിന്റെ അനുസരിച്ചിട്ട് റിസൾട്ട് ഉണ്ട്, അതിന്റെ ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള ക്ലിനിക്കൽ റോളുകളൊക്കെ ചെയ്യേണ്ടതും പേഴ്സണൽ മാനേജറിന്റെ റോളിൽപ്പെടുന്നതാണ്. ഞാൻ എന്താണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള്. ലീഗൽ റോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രീവനസ് പരാതികൾ അല്ലെ, പരാതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പരാതികൾക്ക് കൈകാര്യം ചെയ്യുക. ഗ്രീവനസ് എന്ന് പറയുന്നത് പരാതികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പരാതികൾ ഉണ്ട് എങ്കിൽ എന്താ പറയാ വർക്കേഴ്സിന്റെ ഇടയിലൊക്കെ പരാതികൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ടൈം ഷെഡ്യൂളിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ. എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പരാതികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അതൊക്കെ പരിഹരിക്കാനുള്ള സെറ്റിൽ ചെയ്ത് കൊടുക്കണം. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം. വീണ്ടും ഇതെല്ലാം ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ പറയുന്നത് മിക്കവാറും എന്താണ് പരാതികൾക്കുള്ള പരിഹാരങ്ങളാണ്. അത് ഏത് തരത്തിലും ആകാം അല്ലെ, ടൈം ഷെഡ്യൂൾ സംബന്ധിച്ചാണോ അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ തർക്കങ്ങളൊക്കെ പരിഹരിക്കാം. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് അച്ചടക്ക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെ കറക്റ്റ് ആയിട്ട് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ റെക്കോർഡ്സുകൾ കറക്റ്റ് ആയിട്ട് എഴുതിപ്പെടാത്തവര് അങ്ങനെ എന്തെങ്കിലും അല്ലെ, ആരെങ്കിലും അനുസരിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ആക്ഷൻസിനൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരിക. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ചാൽ എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓൾഡ് കൺസെപ്റ്റില് എന്താണ് തൊഴിലാളികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ മാനേജ്മെന്റിനെ ബോധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോ വർക്കേഴ്സിന്റെ ഇടയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള സാലറി ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അത് വിലപേശി മേടിച്ച് അല്ലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ട് അല്ലെ അവർക്ക് ആ ഒരു കാര്യം നേടിക്കൊടുക്കാനായിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക എന്ന പ്രധാനപ്പെട്ട റോൾ മാതിരിയാണ് നമ്മളുടെ പേഴ്സണൽ മാനേജറുടെ റോളാണ്. അതാണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളില് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഇത്രയും റോളുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഏതാണ് ഇദ്ദേഹത്തിന്റെ പങ്കുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഒപ്പം തന്നെ ഈ ക്ലറിക്കൽ റോളിൽ പെട്ടത് ഏതൊക്കെയാണെന്നല്ലേ നമ്മൾ മിക്സ് ചെയ്തൊക്കെ ഓരോ മോക്ക് ടെസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു നിശ്ചിത റോൾ അല്ലെ വെൽഫെയർ റോളിൽ പെടാത്തത് ഏതാണ് പെട്ടത് ഏതാണ് അങ്ങനെയുള്ള വ്യത്യസ്ത ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്കങ്ങളാണ്. ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ചാൽ തർക്കങ്ങൾ. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് അത് ഒരുപക്ഷെ വേജിനെ സംബന്ധിച്ച തർക്കങ്ങളാവാം, അല്ലെങ്കിൽ ഒരു സമയത്തെ സംബന്ധിച്ച തർക്കങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ സുപ്പീരിയേഴ്സ് മേലുദ്യോഗസ്ഥന്മാരുടെ ഇടയിലുള്ള എന്തെങ്കിലും തർക്കങ്ങളായിരിക്കാം. എന്ത് തർക്കമാണെങ്കിലും അതിന് ഒരു ഇടനിലക്കാരനായിട്ട് ആരേ ഭാഗത്താണ് സൈഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് കോമ്പൻസേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ഒരുപക്ഷെ മാനേജ്മെന്റിന്റെ അറിയിക്കേണ്ട ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെയാണോ? അപ്പൊ ഇതുവരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതുവരെയും എടുത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എല്ലാവരും നമ്മളൊക്കെ ഓക്കെയാണെന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത ഈ മൊഡ്യൂൾ ഇച്ചിരി ലെങ്തിയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവസാനം വരെ നമുക്കത് അങ്ങനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കാണെങ്കിലും ചോദിക്കാം. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം.
കാരണം ഒരാൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് അല്ലെ ഗ്രാസ്പിംഗ് പവർ ആയിരിക്കും. നമ്മള് എന്താ പറയുക മനസ്സിലാക്കി എടുക്കാനുള്ള പവർ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവനവൻ എന്തായാലും അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഓക്കെയാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യാണ്, നിങ്ങൾ ഓക്കെ ആണല്ലോ അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തീരുമാനം. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിച്ചു പോകണം. കാരണം നിങ്ങൾ ഓരോരുത്തരും പേയ്മെന്റ് ചെയ്യേണ്ടത് അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓക്കെ ആയിട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഡിസിപ്ലിനറി. ഓക്കെ, ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചടക്കമാണ്. ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഹാൻഡ്ലിങ് ഡിസിപ്ലിനറി ആക്ഷൻസ്. അതായത് നമ്മളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അതൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. ഈ പോളിസികളെല്ലാം തയ്യാറാക്കുമ്പോൾ എന്താണ് അവിടെ എല്ലാവർക്കും പാലിച്ചു പോകണം അല്ലെ. ഒരാള് ഇത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് പേഴ്സൺസ് ഒക്കെ വരുന്നതാണ് അല്ലെ. അവര് കൃത്യതയോട് കൂടിയിട്ട് എല്ലാവരും പ്രസന്റ് ആയിരിക്കണം. ആ സമയത്തിന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെ എല്ലാവരും അങ്ങനെ പ്രസന്റ്. ഏത് ലബോറട്ടറി ആണെങ്കിലും എവിടെയാണെങ്കിലും അല്ലെ ഏത് വർക്കേഴ്സിന്റെ ഇടയിലാണെങ്കിലും അവിടെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ഹാൻഡിൽ ചെയ്യേണ്ടത് പരിഹരിച്ചു പോകേണ്ടത് ആര് തന്നെയാണ്? പേഴ്സണൽ മാനേജർ ഇടപെട്ടാണ് അത് പരിഹരിച്ചു പോകുന്നത്. കണ്ടിന്യൂ ചെയ്യാനായിട്ട് സെക്കൻഡ്. ഓക്കെ, മാനേജിങ് സർവീസ്, ക്യാൻറ്റീൻസ്, ക്ലച്ചസ് എക്സെട്ര. ഇതിലെ പറയുന്നത് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചത്. ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടല്ലേ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പറഞ്ഞായിരുന്നു എന്താണ് എല്ലാവരെയും ഒരു സോഷ്യൽ അല്ലെ എല്ലാവർക്കും ഒരു സാമൂഹ്യ നീതി ഉറപ്പാക്കണം. അവിടെ വർക്കേഴ്സിന്റെ ഇടയിൽ നമുക്കറിയാം നെല്ലുണ്ടാവും, കുമ്മനുണ്ടാവും, കുട്ടികളുള്ളവരുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള വ്യക്തികളും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അത് ഹോസ്പിറ്റലിൽ തന്നെയല്ല, നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എല്ലാം ഒരു മൊത്തത്തിലുള്ള ഒരു വിങ്ങാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു മൊത്തത്തിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനാണെങ്കിലും അവർക്ക് പല ക്ഷേമ പ്രവർത്തനങ്ങളും പ്രദാനം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ക്ഷേമ പ്രവർത്തനം എന്നുള്ള ആക്ടിവിറ്റിയിൽ വരുന്നത് എന്താണ് മാനേജിങ് സർവീസ് അല്ലെ. മറ്റുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അവിടെയുള്ള വർക്കേഴ്സിന് നമുക്കറിയാം എപ്പോഴും ഹോട്ടലിൽ പോയി അല്ലെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ നേരത്തെ വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് നേരത്തെ വന്ന് വർക്ക് ചെയ്യേണ്ടൊക്കെ വരുമ്പോൾ ഫുഡ് കഴിക്കാനെന്നും ചിലപ്പോൾ ഫുഡ് കൊണ്ടുവരാനെന്നും പറ്റിയെന്ന് വരും. അപ്പൊ അവർക്ക് ക്യാൻറ്റീൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത് മാത്രം തന്നെ അല്ലെ ക്ലച്ചസ് ചിലപ്പോൾ വേണമെങ്കിൽ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പൊ പാർക്ക്, ഇൻഫോ പാർക്കും ടെക്നോ പാർക്കൊക്കെ ഉള്ള ഇതുകളൊക്കെ ആണെങ്കിൽ അവര് ഇടയ്ക്ക് അവരെ അല്ലെ അവര് ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത ഇതുകള് കുട്ടികളെ നോക്കുന്ന ഒരു ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അവിടെ കൊണ്ട് ആക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ ജോലികളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് ഇടയ്ക്ക് അല്ലെ എവിടേക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്രം നമുക്കറിയാം. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ലെവലിൽ എടുക്കുമ്പോൾ എല്ലാത്തിനെയും കൂടി അല്ലെ എല്ലാ ഓർഗനൈസേഷനും കൂടി ഫെസിലിറ്റി ചെയ്ത് അല്ലെ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ക്ഷേമ പ്രവർത്തനമാണ് ഇവിടെ പൊതുവായിട്ട് നിർവചിക്കുന്നത്. ഒരു ചില സ്ഥാപനങ്ങളിൽ ഇതിന്റെ ആവശ്യകതയുണ്ടാവും, ചില സ്ഥാപനങ്ങളിൽ ക്യാൻറ്റീന്റെ ആവശ്യകതയായിരിക്കും. അപ്പോൾ ഓരോ സ്ഥാപനത്തിലും അതിൻ്റെതായ ആവശ്യകത അനുസരിച്ചിട്ടുള്ള വെൽഫെയർ ഫെസിലിറ്റി അവിടെ പ്രദാനം ചെയ്യും. ഇവിടെ ഉദ്ദേശിച്ചത് ക്യാൻറ്റീൻ സർവീസും ക്ലച്ചസും എക്സെട്രയാണ് ഇവിടെ പ്രധാനമായിട്ട് നിർത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ നിർവചിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ജസ്റ്റ് അടുത്തൊരു ടോപ്പിക്കിലും കൂടി പോവാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് എല്ലാവരും തന്നെ ഓക്കെ അയക്കുന്നുണ്ട്, ഡബിൾ ഓക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാണ്ട, ഞാൻ പറഞ്ഞു. കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവണം എന്നല്ല. ചിലപ്പോൾ പക്ഷേ ഞാൻ സ്പീഡ് കൂടിയതാവാം. ഒന്നാമത്തെയായിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ലെങ്തിയാണ് അല്ലെ. നമുക്കൊരു മിനിമം സ്പീഡിൽ പോകേണ്ടതായിട്ട് വരും.
അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം. അത് ഇവിടെ തന്നെ നമുക്ക് അങ്ങനെ എന്താ പറയാ നമ്മൾ വീണ്ടും ആർക്കെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ മറ്റുള്ളവർക്കും കൂടെയും മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്, മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ഇദ്ദേഹത്തിന്റെ കുറെ പങ്കുകളെ കുറിച്ച് കണ്ടു. അതായത് പേഴ്സണൽ മാനേജറിന്റെ കുറെ പങ്കുകളെ കുറിച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തൊക്കെ കണ്ടു. ഇനി അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസിൽ പ്രതിഫലിച്ച കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഫസ്റ്റ് വൺ ഒന്നാമതായിട്ട് ഇതിങ്ങനെ കേട്ട് മാത്രം എഴുതി കഴിഞ്ഞാൽ എന്താ ബോറും സബ്ജക്റ്റ് ആണ് അല്ലെ. അല്ല ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്നതല്ല, പുറത്തും കൂടിയുള്ള കുറെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളും കൂടിയും ആക്റ്റീവായിട്ട് വരാം. ലീഡർഷിപ്പ് പ്രോസസ്സ്, ലീഡർഷിപ്പ് പ്രോസസ്സിൽ നമുക്കറിയാം അല്ലെ, അദ്ദേഹം ഒന്ന് മടിഞ്ഞു നിൽക്കരുത് അല്ലെ. എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിന്നാലാണ് അദ്ദേഹത്തിന് ഫോളോവറായിട്ട് ബാക്കിയുള്ള വർക്കേഴ്സും തയ്യാറാവുകയുള്ളത്. Involves in influencing the individual and group of behavior towards the achievement of organization goal. പക്ഷെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏതൊരു സ്ഥാപനമാണോ ആ സ്ഥാപനത്തിനെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെ, ആ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ആ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ലീഡർഷിപ്പോട് കൂടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ പേഴ്സണൽ മാനേജറിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. അദ്ദേഹം മുൻനിരയിൽ തന്നെ നിന്ന് നയിക്കേണ്ടതാണ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു നിർത്തിയുള്ളൂ. എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഒരേപോലെ ഈക്വാലിറ്റി അല്ലെ, മെന്നാണെങ്കിലും വുമൺ ആണെങ്കിലും ഒക്കെ ഈക്വൽ തുല്യ പങ്കാളിത്തം എല്ലാവർക്കും അല്ലെ, ഫെയർ കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ കൂലി അല്ലെ. ഒരാള് ഓവർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മാത്രം സ്പെഷ്യൽ കൂലി, മറ്റൊരാൾക്ക് ഓവർ ഡ്യൂട്ടി ചെയ്ത കൂലി കൊടുക്കാതിരിക്കാം, അങ്ങനെ ആവരുത്. എല്ലാവർക്കും തുല്യ രീതി ഉറപ്പാക്കാം കോമ്പൻസേഷൻ ഫോർ വർക്ക്. അപ്പൊ അവർക്കെല്ലാം തുല്യമായി തന്നെ രീതിയിൽ തന്നെ അവർക്ക് കോമ്പൻസേഷൻ എല്ലാം കൊടുക്കണം എന്നത്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി തന്നെ അതിന്റെ അർഹതപ്പെട്ട രീതിയിൽ തന്നെ കൂലി പ്രൊവൈഡ് ചെയ്യണം. then എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വർക്ക് അല്ലെ, വലിയൊരു വർക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കടമ്പ നിർവഹിക്കണമെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്കി അല്ലെ. കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻ ടു ഇൻഡിവിജ്വൽ അല്ലെ ഡിവിഷൻ. ഓക്കെ, ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് നമുക്കറിയാം ഒരു ലക്ഷ്യം നേടിയെടുക്കുക. നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അറിയാം, ഡോക്ടേഴ്സ് പേഷ്യന്റിനെ സെർവ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് രോഗം ഭേദമാക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാനായിട്ട് അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ നഴ്സുമാര് വർക്ക് ചെയ്യുന്നുണ്ട്, ലബോറട്ടറിയിലാണെങ്കിൽ ടെക്നീഷ്യൻ അവര് വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്റേ എടുക്കുന്ന അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളിൽ അത് അവര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ലക്ഷ്യം എന്താണ്, പേഷ്യന്റിന്റെ ആ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അവിടെ ഡിവൈഡ് ചെയ്താണ് അവരുടെ വർക്കുകളെല്ലാം അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ് നമുക്കറിയാം വേറൊരു രീതിയിൽ അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ മേഖലയിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു പ്രൊഡക്ഷൻ അല്ലെ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളതിന് മുമ്പ് തന്നെ ആ ഉൽപ്പന്നത്തിന് അസംസ്കൃത സാധനങ്ങൾ വേണം. അത് എന്താണ് ഒരു സെമി ഫിനിഷ്ഡ് ആയിട്ട് അല്ലെ, ഒരു മുഴുവനായിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പകുതി ഭാഗം ക്ലിയർ ചെയ്ത് പണികളിലേക്ക് എത്തിക്കണം. വീണ്ടുമാണ് അതെന്താണ് മുഴുവനായിട്ട്. ഒരു പേനയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആ പേനയുടെ പാർട്സുകളുണ്ട്, നിബുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അതിന് വ്യത്യസ്ത ഗ്രൂപ്പുകളായിരിക്കും ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പൊ എല്ലാ വർക്കുകളും ഒരു മൊത്തത്തിലുള്ള വർക്കിനെ സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് അത് തരംതിരിച്ച് ഓരോരുത്തർക്കും കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ് അത് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമാണ്. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്? എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? മാൻ പവർ പ്ലാനിങ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാൻ പവർ അവിടെയുള്ള അല്ലെ ആ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സ് അല്ലെ, വർക്കേഴ്സിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യും. വർക്കേഴ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രത്യേകതയുണ്ട്?
അവിടെ വർക്കേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് നോക്കാം. ഡെവലപ്മെന്റ് കാര്യങ്ങളിലേക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, ഓറിയന്റേഷൻ ഒക്കെ ഓക്കെ നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് ദ റിക്രൂട്ട്മെന്റ്, then the assessment of applicants, employment decision, induction and orientation, transfer, promotion and demotion. അപ്പൊ ഇതില് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ സ്റ്റാഫിംഗ് പ്രോസസ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ താഴേക്ക് ഇതിന്റെ ഓരോന്നും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ എന്താണ് പ്രൊമോഷനും ഡിമോഷനും, എന്താണ് ഇൻഡക്ഷൻ, ഓറിയന്റേഷൻ, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സോഴ്സസ് എന്താണെന്നും, പ്ലാനിങ്, മാൻ പവർ പ്ലാനിങ് എന്താണെന്നും, അസസ്മെന്റ് ഓഫ് അപ്ലിക്കേഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാം. ഒരു സ്ഥാപനം ആകുമ്പോൾ അവിടെ വർക്കർ എവിടെയെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് നടത്തും അല്ലെ. അപ്പോയിന്റ്മെന്റ് നടത്തണമെന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പേര് മേൽത്തട്ടിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ എന്താണ് അവിടെ ഒരു ലീവ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. കുറച്ചും കൂടി നീണ്ട ഒരു ലീവ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ അവിടേക്ക് പ്രൊമോട്ട് ചെയ്യും അല്ലെ. എന്നിട്ട് താഴെ തട്ടിലുള്ള വേക്കൻസികളാണ് പുറത്തുനിന്ന് നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻസ് ആയിട്ട് സാധാരണയായിട്ട് എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ് ചെയ്യുക. എന്താണ് ഗവൺമെന്റ് ഓഫീസുകളാണെങ്കിൽ നമുക്കറിയാം റിട്ടയർമെന്റ് കഴിയുമ്പോൾ പ്രൊമോഷൻ കൊടുക്കും അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്. റിക്രൂട്ട്മെന്റ് താഴെ ലാസ്റ്റ് ആണ് റിക്രൂട്ട്മെന്റിന് നമ്മൾ തയ്യാറാക്കുക. മേൽത്തട്ടിലേക്ക് എന്താണ് പ്രൊമോഷൻ കൊടുത്ത് അത് നികത്തി പോകും. പിന്നെ താഴെത്തട്ടിൽ അല്ലെ ക്ലർക്കുമാരുടെ പോസ്റ്റിലേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കും. ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് റിക്രൂട്ട്മെന്റ് എന്ന നടപടിയുണ്ട്. നമുക്കറിയാം റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കും അല്ലെ. കാൻഡിഡേറ്റ്സ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾക്ക് വന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് എന്താണ് മതിയായ പേഴ്സൺസിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യും. അതിനുശേഷം അവർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും കൊടുക്കും, അപ്പോയിന്റ്മെന്റ് കൊടുക്കും. ഈ അപ്പോയിന്റ്മെന്റ് കൊടുത്തതിന് ശേഷം എന്താണ് അവർക്ക് ട്രെയിനിങ് പാക്കേജ് കൊടുക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഫ്രഷ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ നടത്താൻ പറ്റുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇത് മനസ്സിലാക്കി പോയാൽ മതി. ദെൻ ആപ്ലിക്കേഷൻസ് അല്ലെ, ആ കിട്ടിയിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻസിൽ നിന്ന് വിലയിരുത്തും. എന്നിട്ട് എന്താണ് തിരഞ്ഞെടുക്കും അല്ലെ. എംപ്ലോയ്മെന്റ് ഡിസിഷൻ, ആരെയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതെന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കും. അവർക്ക് ട്രെയിനിങ് അല്ലെ, അവരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് അവർക്ക് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഏതൊരു സ്ഥാപനമാണ്, ഏതൊരു വർക്കാണ്, ആ വർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 3 month ഒക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ദെൻ എന്താണ് അതിൽ തന്നെ ആ വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ കണ്ടു മേൽത്തട്ടിലുള്ള എന്തെങ്കിലും ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ചിലപ്പോഴൊക്കെ മറ്റേ ഒരേ ഇതൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെ, ട്രാൻസ്ഫർ കൊടുക്കും, പ്രൊമോഷൻ കൊടുക്കും. അതേമാതിരി തന്നെ ഡിമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് മതിയായ രീതിയിൽ തന്നെ അവരുടെ വർക്കുകൾ ചെയ്യുന്നില്ല എങ്കിലും അവരെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് തരം താഴ്ത്തി പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു പണിഷ്മെന്റ് പോസ്റ്റിംഗ് ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സ്റ്റാഫിംഗ് പ്രോസസ്സ് എല്ലാം നടത്തുന്നത് ആരുടെ അറിവോടുകൂടിയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ വിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ഉടനീളം പഠിക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? അത് തന്നെയാണ് അതിൽ പറയുന്നത്. ഇനി അതിലേക്ക് മാൻ പവർ പ്ലാനിങ് പറയുന്നുണ്ട്. അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് പറയുന്നുണ്ട്. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ഉണ്ട്. ദെൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ വിവരിക്കുന്നുണ്ട്, ഡിമോഷൻ വിവരിക്കുന്നുണ്ട്, ട്രാൻസ്ഫർ എന്താന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ അവിടെ അല്ലെ വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്യും. അതല്ല എങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തി ആപ്ലിക്കേഷൻസ് ക്ഷണിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അന്നത്തേക്ക് സെലക്ട് ചെയ്യും. ദെൻ എന്താണ് അതിനിടയ്ക്ക് ഇവിടെ വീണ്ടും പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇൻഡക്ഷൻ, ഓറിയന്റേഷൻ, ട്രാൻസ്ഫർ അല്ലെ. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ട്രാൻസ്ഫർ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്തൊക്കെയാണ് ആ വിടവുകള്, ആ ഒഴിവുകള് നികത്തി പോകുന്നത് എന്നുള്ളത്. ഇത്തരമെല്ലാം പ്രവർത്തനങ്ങളും സ്റ്റാഫിംഗ് പ്രോസസ്സാണ്. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വിവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം വേസ്റ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള സ്റ്റാഫിംഗ് പ്രോസസ്സ് ഇവരുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ.
അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. ഓക്കെ, വിലയിരുത്തുക എന്നുള്ള പ്രോസസ്. അതായത് നമ്മളിങ്ങനെ വിലയിരുത്തണം അല്ലെ, റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയേഴ്സ് വർക്ക് സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, പേ റൈസസ്, ട്രാൻസ്ഫർ, ട്രെയിനിങ് എക്സെട്ര മേ ബി ഗിവൺ. അതായത് ഒരു വർക്കിന് നമ്മൾ വർക്കേഴ്സിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റ് ഒക്കെ അല്ലേ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ വർക്കിനെ വിലയിരുത്തണം അല്ലെ, അവരുടെ വർക്ക് വിലയിരുത്തി കഴിയുമ്പോൾ നല്ലതാണോ ചീത്തയാണോ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണോ, ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ എവിടെയെങ്കിലൊക്കെ ചെറിയ ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കണോ, ഇതെല്ലാം അതനുസരിച്ചിട്ട് ട്രെയിനിങ് അല്ലെ എന്തെങ്കിലും ട്രെയിനിങ് പാക്കേജുകൾ എവിടെയെങ്കിലും അല്ലെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പറ്റാത്ത സ്ഥിതിയൊക്കെ ആവുമ്പോൾ നമുക്കറിയാം എല്ലാ പേഴ്സൺസിനും പറ്റിയില്ലെങ്കിൽ അത് എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ അപാകത ഉണ്ടായിരിക്കും അല്ലെ. പുതിയ മെഷീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ചെറിയ ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്, അതായത് വിലയിരുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രോസസ്സിൽ പറയുന്ന കാര്യം തന്നെയാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ വിലയിരുത്തിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുക, അതായത് ജീവനക്കാരുടെ ഇടയിൽ വിലയിരുത്തിയിട്ട് എവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ ഒരുപക്ഷെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ കയറ്റി അല്ലെ ഇത്തിരി മേൽത്തട്ടിലേക്ക് ജോലി കയറ്റം കൊടുത്തിട്ട് അവർക്ക് ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും അല്ലെ, ആ വിടവ് നികത്താൻ പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.